ഹായ് ഫ്രണ്ട്സ്, മണി സ്റ്റൈൽസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഈ മരത്തിൽ നിന്നും പറിച്ചെടുത്ത മുരിങ്ങാക്കോലാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. പരിപ്പും മുരിങ്ങാക്കോലും കൂടിയുള്ളൊരു മുളക് ഭക്ഷമാണ്. അതിനുവേണ്ടി മുരിങ്ങാക്കോലെല്ലാം വൃത്തിയാക്കി ഒരു മൺകലത്തിൽ കുറച്ച് വെള്ളവും ഒഴിച്ചിട്ട് സ്റ്റവിലേക്ക് വെച്ചു. അതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ മഞ്ഞൾപ്പൊടിയും 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് നന്നായി യോജിപ്പിച്ച ശേഷം നമുക്കതൊന്ന് വേവിച്ചെടുക്കാം. മുരിങ്ങാക്കോലൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പം അതിലേക്ക് നമുക്ക് പരിപ്പ് വേവിച്ചത് കൂടി യോജിപ്പിക്കാം. ആ പാത്രം കുറച്ച് തിളപ്പിച്ച വെള്ളം ഒഴിച്ച് കഴുകി ഒഴിച്ചു. പച്ചവെള്ളം ഒഴിക്കരുത്. അതിനുശേഷം ഒരു പാൻ സ്റ്റവിലേക്ക് വെച്ചു. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് കറി താളിക്കേണ്ടതാണ്. സവാളയും പച്ചമുളക് വേണമെങ്കിടാം. പിന്നെ നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും 1 സ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ഈ കറിയിൽ വെള്ളുള്ളിയൊക്കെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഗ്യാസിൻ്റെ പ്രോബ്ലം ഒന്നും ഇല്ലാതിരിക്കാനാണ്. മുരിങ്ങാക്കോല് വളരെ പോഷകസമൃദ്ധമായിട്ടുള്ളതാണ്. അത് BP ഒക്കെ കൂടുന്ന ആൾക്കാർക്ക് ദിവസവും മുരിങ്ങാക്കോല് കഴിക്കുന്നത് നല്ലതാണ്. പിന്നെ നമ്മൾക്ക് അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം കഴിച്ചാൽ മതി. എല്ലാ ദിവസവും കഴിക്കുമ്പോൾ ചോദിക്കണം. പിന്നെ എനിക്ക് കുറച്ച് വേളൂരി എന്ന് പറയുന്ന മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞാനപ്പോൾ അതൊന്ന് തിളപ്പിച്ചെടുക്കുകയാണ്. അതിനായിട്ട് ഉള്ളിയും പച്ചമുളക് ഇഞ്ചി എല്ലാം മൺകലത്തിൽ വഴറ്റിയെടുത്ത് അതിനുശേഷം മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് മീൻ അതിലേക്ക് ഇട്ട് കൊടുത്തു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാ കൂട്ടുകാർക്കും നല്ല ഒരു ദിനാശംസിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ. ഈ പൂക്കളെല്ലാം എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലുണ്ടായതാണ്. ഷാഹിദയുടെ